നമസ്കാരം. ലബനനെ രക്തത്തിൽ കുളിപ്പിച്ച് ഇസ്രായേൽ. 112 മനുഷ്യരുടെ തലവെട്ടിത്തുള്ളി ഇസ്രായേൽ സേന. രക്തത്തിൽ കുതിരുന്ന ലബനനെ കാണേണ്ടി വന്ന ഒരു ദിവസം. ഒരൊറ്റ ദിവസം കൊണ്ട് 112 മനുഷ്യജീവനുകൾ പൊലിഞ്ഞുപോയൊരു ദിവസം. സത്യത്തിൽ ഇത് അനീതിയാണ്, അക്രമമാണ്, ക്രൂരതയാണ്. പശ്ചിമേഷ്യയെ ഒന്നടങ്കം ഭീതിയിലാഴ്ത്തിക്കൊണ്ട് ലബനനിൽ ഇസ്രായേലിന്റെ അതിരൂക്ഷമായിട്ടുള്ള വ്യോമാക്രമണം സംഭവിക്കുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രാജ്യമൊട്ടാകെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 112 മനുഷ്യരാണ്. ഇസ്രായേലിന് ഇറാന്റെ അന്ത്യശാസനം വരുന്നു. ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണമാണ് എന്ന് ഇസ്രായേൽ അവകാശപ്പെടുമ്പോഴും ജനവാസ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ വൻ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതോടെ വെടിനിർത്തൽ കരാറിന്റെ ഭാവി അനിശ്ചിതത്വത്തിലായിരിക്കുന്നു. നമുക്കറിയാം, ഇസ്രായേൽ പറയുന്നതല്ല ചെയ്യുന്നത്. ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണമാണ് എന്ന് പറയപ്പെടുമ്പോൾ 112 മനുഷ്യജീവനുകൾ പൊലിഞ്ഞത് എങ്ങനെയാണ്? 112 പേരുടെ തലയറുത്ത് തലവെട്ടിത്തുള്ളൽ നടത്തുന്നത് എന്തിനാണ് ഇസ്രായേൽ? അപ്പോൾ മനുഷ്യരോടോ, എന്തിന് കൊച്ചു കുഞ്ഞുങ്ങളോട് പോലും ഒരു തരത്തിലുമുള്ള സഹാനുഭൂതി ഇല്ലാത്ത ഒരു ഭരണകൂടമായി മാറിയിരിക്കുന്നു ഇസ്രായേൽ. ലബനൻ തലസ്ഥാനമായിട്ടുള്ള ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസം രാത്രി തുടങ്ങിയ ആക്രമണം ഇപ്പോഴും തുടരുകയാണ്. 100 കണക്കിന് കെട്ടിടങ്ങൾ തകർന്നു വീഴുകയാണ്. നഗരത്തിന് മുകളിൽ കറുത്ത പുകപടലങ്ങൾ ഉയരുന്ന ഭീകരമായിട്ടുള്ള ദൃശ്യങ്ങൾ പുറത്തു വരികയാണ്. കൊല്ലപ്പെട്ടവരിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്നവരുണ്ട് എന്നുള്ളതാണ് ലബനീസ് ആരോഗ്യ മന്ത്രാലയം നൽകുന്ന വിവരം എന്ന് പറയപ്പെടുന്നത്. പരിക്കേറ്റ ആയിരക്കണക്കിന് ആളുകളെ കൊണ്ട് ലബനന്റെ ആശുപത്രികൾ നിറഞ്ഞു കവിയുകയാണ്. പലയിടത്തും മരുന്നിനും ഭക്ഷണത്തിനും കടുത്ത ക്ഷാമം അനുഭവപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കർശന നിർദ്ദേശത്തെ തുടർന്ന് ആരംഭിച്ച സൈനിക നടപടി ലബനന്റെ അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് രാജ്യത്തിന്റെ ഉൾഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നു. ഇതിനിടെ ഇസ്രായേലിന്റെ വടക്കൻ മേഖലകളിലേക്ക് ഹിസ്ബുള്ളയും പ്രത്യാക്രമണം ശക്തമാക്കുകയാണ്. 100 കണക്കിന് റോക്കറ്റുകളാണ് ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് വിക്ഷേപിച്ചിരിക്കുന്നത്. ഇസ്രായേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനമായിട്ടുള്ള അയൺ ഡോമിനെ പോലും വെല്ലുവിളിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങളാണ് ഹിസ്ബുള്ള നടത്തുന്നത്. ലബനനിലെ ആക്രമണത്തിന് പിന്നാലെ ഇറാൻ കടുത്ത പ്രതിരോധ നടപടികളിലേക്ക് കടക്കുകയാണ്. ആഗോള ഇന്ധന വിതരണത്തിന്റെ സ്ഥിരാകേന്ദ്രമായിട്ടുള്ള ഹോർമുസ് കടലിടുക്ക് ഇറാൻ വീണ്ടും അടയ്ക്കുന്നു. ഇസ്രായേലിന്റെ പ്രകോപനത്തിന് കനത്ത മറുപടി നൽകുമെന്ന് ഇറാന്റെ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ആക്രമണം നടത്താൻ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിന് നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു. ലബനന് നേരെയുള്ള കടന്നാക്രമണം ഇറാന് നേരെയുള്ള ആക്രമണമായിട്ട് കണക്കാക്കുമെന്നാണ് ഇറാന്റെ നിലപാട്. ഹോർമുസ് കടലിടുക്ക് അടച്ചതോടെ ലോകമെമ്പാടും എണ്ണവില കുതിച്ചുയരുമെന്ന ഭീതിയിലാണ് വീണ്ടും ലോകം. ട്രംപ് ഭരണകൂടം മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാർ ഇതോടെ പാതി വഴിയിൽ തകരാൻ തന്നെയാണ് സാധ്യത എന്നുള്ളതാണ്. സത്യത്തിൽ ലബനനിൽ ഇസ്രായേലിന്റെ സംഹാര താണ്ഡവമാണ് നടക്കുന്നത്. ആ മേഖലയിൽ വീണ്ടും യുദ്ധകാഹളം മുഴങ്ങുകയാണ്. അപ്രതീക്ഷിത അടിയൊഴുക്കുകളിൽ ആടിയുലഞ്ഞ് നയതന്ത്ര ചർച്ചകളൊക്കെ പാളിപ്പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെടുന്നു. ലോകം വീണ്ടും മുൾമുനയിലായിരിക്കുന്നു എന്ന് പറയേണ്ട ഒരു സ്ഥിതിവിശേഷം, ഒരു അന്തരീക്ഷം. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കുവാനുള്ള അന്താരാഷ്ട്ര നീക്കങ്ങൾക്ക് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് ഇറാൻ അമേരിക്ക വെടിനിർത്തൽ കരാർ തകർച്ചയുടെ വക്കിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. ലബനനിൽ ഇസ്രായേൽ നടത്തിയ അതിശക്തമായിട്ടുള്ള ബോംബാക്രമണങ്ങൾ ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളും മേഖലയെ വീണ്ടും ഒരു വൻ യുദ്ധത്തിന്റെ നിഴലിൽ ആഴ്ത്തിയിരിക്കുകയാണ്. മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശങ്ങൾ ലംഘിക്കപ്പെട്ടുവെന്ന് ആരോപിച്ച് ഇറാൻ ഉടമ്പടിയിൽ നിന്ന് പിന്മാറാൻ ഒരുങ്ങുകയാണ്. ലബനൻ തലസ്ഥാനമായിട്ടുള്ള ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ ഏറ്റവും വലിയ ഏകോപിത വ്യോമാക്രമണം ഇത് കരാറിന്റെ ലംഘനമാണ് എന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള അബ്ബാസ് അർഗാച്ചി ആരോപിക്കുകയും ചെയ്യുന്നു. ലബനനിലെ ആക്രമണം തുടരുകയാണ് എങ്കിൽ വെടിനിർത്തലിൽ നിന്ന് പിന്മാറുമെന്ന് ഇറാൻ ഗാർഡുകൾ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. എന്നാൽ ലബനൻ ഈ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമല്ല എന്നാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നിലപാട് എന്ന് പറയുന്നത്. ഇത് ഇരുപക്ഷവും തമ്മിലുള്ള നയതന്ത്ര പോര് മുറുകാൻ കാരണമാവുകയാണ്. ആഗോള എണ്ണ വിപണിയുടെ സിരയായിട്ടുള്ള ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ നിയന്ത്രണം കടുപ്പിച്ചത് ലോകരാജ്യങ്ങളെ ആശങ്കയിലാക്കുകയാണ്. കഴിഞ്ഞ ദിവസവും 2 ടാങ്കറുകളെ കടന്നു പോകാൻ അനുവദിച്ചുവെങ്കിലും ലബനനിലെ ആക്രമണത്തിന് പിന്നാലെ ഇറാൻ വീണ്ടും ആ ഹോർമുസ് കടലിടുക്കിലെ പാത അടയ്ക്കുകയായിരുന്നു. അനുമതിയില്ലാതെ കടക്കാൻ ശ്രമിക്കുന്ന കപ്പലുകൾ തകർക്കുമെന്ന ഭീഷണിയും ടെഹ്റാൻ ഉയർത്തിക്കഴിഞ്ഞു. കൂടാതെ ഓരോ കപ്പലിനും $20 ലക്ഷം വരെ
ടോൾ ഏർപ്പെടുത്തുവാനുള്ള ഇറാന്റെ നീക്കം എണ്ണക്കടത്തിനെ സത്യത്തിൽ വലിയ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇറാന്റെ 10 സമാധാന പദ്ധതിയോടുള്ള പ്രതികരണം സമ്മിശ്രമാണ്. ഇപ്പോൾ യുറേനിയം സമ്പുഷ്ടീകരണം ഇറാൻ അവസാനിപ്പിക്കണമെന്ന് വൈറ്റ് ഹൗസ് വക്താവ് കരോലിൻ ലീവിറ്റിന്റെ പ്രസ്താവനയെ ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഖാലിബാഫ് തള്ളിക്കളയുകയും ചെയ്തിരിക്കുന്നു. മേഖലയിലെ മറ്റു രാജ്യങ്ങളെയും ഇതേ യുദ്ധഭീതി ബാധിച്ചിരിക്കുന്നു. സൗദി അറേബ്യയുടെ കിഴക്ക് പടിഞ്ഞാറൻ എണ്ണ പൈപ്പ് ലൈനിൽ നേരെ ഡ്രോൺ ആക്രമണം നടന്നത് സ്ഥിതിഗതികൾ വഷളാക്കിയിരിക്കുന്നു. കുവൈറ്റ് വ്യോമസേന 28 ഡ്രോണുകളെ തടഞ്ഞതായിട്ട് റിപ്പോർട്ടുകൾ ചെയ്യുന്നു. ഊർജ നിലയങ്ങളെയും ജലശുദ്ധീകരണശാലകളെയും ലക്ഷ്യം വെച്ചുള്ള ഈ നീക്കങ്ങൾ സൗദി അറേബ്യയെയും UAEയും പ്രകോപിപ്പിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിന്മേൽ ഇറാന്റെ നിയന്ത്രണം ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് സൗദി അനുകൂല നിരീക്ഷകരടക്കം വ്യക്തമാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ രണ്ടാമത്തെ ആക്രമണം കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അമേരിക്കൻ പ്രതിനിധികൾ ചർച്ചകൾക്കായിട്ട് പാകിസ്ഥാനിലേക്ക് തിരിക്കാനിരിക്കുകയാണ്. ഇത്രയും വലിയൊരു വിള്ളൽ ഈ കരാറിൽ ഉണ്ടായിരിക്കുന്നത്. വൈസ് പ്രസിഡന്റ് JD വാൻസ്, ജാരദ് കുഷ്നർ തുടങ്ങിയവർ ഇസ്ലാമാബാദിൽ എത്തുന്നതോടെ പുതിയൊരു സമവായത്തിന് ശ്രമിക്കുമെങ്കിലും ലബനനിലെ സാഹചര്യം ഇതിന് തടസ്സമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വിദേശ ഫണ്ടുകളും ആയുധക്കടത്തും തടയാൻ കപ്പലുകൾ പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇറാന്റെ വാദമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. എണ്ണവിലയിലുണ്ടായ വൻ ഇടിവ് ആഗോള വിപണിക്ക് താൽക്കാലികമായിട്ടുള്ള ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും ഹോർമുസ് കടലിടുക്കിലെ അനിശ്ചിതത്വം ഈ നില നീണ്ടു നിൽക്കുവാൻ അനുവദിക്കില്ല. ഇവിടെ ബ്രണ്ട് ക്രൂഡ് വിലയിൽ 13% ഇടിവുണ്ടായിട്ടുണ്ടെങ്കിലും ടോൾ ഏർപ്പെടുത്തുന്നതോടെ വില വീണ്ടും ഭീകരമായിട്ട് ഉയരാനാണ് സാധ്യത. കപ്പൽ ഗതാഗത ഭീമന്മാരായിട്ടുള്ള മേർസ്ക് പോലുള്ള കമ്പനികൾ മേഖലയിൽ കനത്ത ജാഗ്രത പാലിക്കുവാൻ നിർദ്ദേശിച്ചിരിക്കുകയും ചെയ്യുന്നു. ഇറാനിലെ എൻഗേലാബ് സ്ക്വയറിൽ അമേരിക്കൻ ഇസ്രായേൽ പതാകകൾ കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധമടക്കം നടന്നത് ഭരണകൂടത്തിന് മേലുള്ള വലിയ സമ്മർദ്ദമായിട്ട് വ്യക്തമാക്കാം. സൈന്യവും തീവ്രവാദ നിലപാടുള്ള നേതാക്കളും യുദ്ധത്തിന് തയ്യാറെടുക്കുമ്പോൾ നയതന്ത്രജ്ഞർക്ക് എത്രത്തോളം മുന്നോട്ട് പോകുവാൻ കഴിയുമെന്നത് കണ്ടു തന്നെ അറിയണം. ഹോർമുസ് കടലിടുക്കിനെ ടെഹ്റാൻ ടോൾ ബൂത്താക്കി മാറ്റാൻ അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് അമേരിക്കൻ പ്രതിരോധ വിഭാഗം. പശ്ചിമേഷ്യയിലെ ഈ പുതിയ സംഭവ വികാസങ്ങൾ റഷ്യയും ചൈനയും ഒക്കെ വളരെ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നുണ്ട്. മാത്രമല്ല അതെങ്ങനെ ഉപയോഗപ്പെടുത്തുമെന്നുള്ളതാണ് ഇപ്പോൾ ലോകം വീക്ഷിക്കുന്നത്. ഇറാന്റെ സൈനിക ശേഷി വീണ്ടെടുക്കുവാൻ ഈ രാജ്യങ്ങളുടെ സഹായം ലഭിക്കുമെന്ന ആശങ്ക അമേരിക്കൻ കോൺഗ്രസിലെ അംഗങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുന്നു. 8-10 വർഷങ്ങൾക്കുള്ളിൽ ഇറാൻ കൂടുതൽ വലിയ ഭീഷണിയായിട്ട് വളരുമെന്നാണ് ഇവരുടെയൊക്കെ മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ ട്രംപിന്റെ വിജയ പ്രഖ്യാപനങ്ങൾക്ക് അപ്പുറം പശ്ചിമേഷ്യയിലെ മണ്ണിപ്പോഴും പുകയുകയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ലബനനിലെ ഓരോ സ്ഫോടനവും ഇറാന്റെ ക്ഷമ പരീക്ഷിക്കുമ്പോൾ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ താൽക്കാലികമായിട്ടുള്ള വെടിനിർത്തൽ എന്ന് പറയപ്പെടുന്നത് എപ്പോൾ വേണമെങ്കിലും ഒരു വലിയ സ്ഫോടനത്തിൽ കലാശിക്കാം. ഹോർമുസ് കടലിടുക്കിലെ ചങ്ങലകൾ മുറുകുമ്പോൾ ആഗോള സമ്പദ് വ്യവസ്ഥയും ഭീതിയിലാവുകയാണ്. വരും ദിവസങ്ങളിൽ പാകിസ്ഥാനിൽ നടക്കുന്ന ചർച്ചകൾ പശ്ചിമേഷ്യയുടെ വിധി നിശ്ചയിക്കുന്നതിൽ നിർണായകമാകും. പക്ഷെ അപ്പോഴും ഒരു കാര്യം മാത്രം ബാക്കിയാകും. ഇങ്ങനെ ലബനനിൽ സംഭവിച്ചതുപോലെ നാളെ മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ സംഭവിച്ചുകൂടെ? ലബനനെ ഇങ്ങനെ രക്തത്തിൽ കുളിപ്പിച്ചിടുന്ന ഒരു ഇസ്രായേലിനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. മാത്രമല്ല ഏകദേശം 112ഓളം വരുന്ന മനുഷ്യരുടെ തലവെട്ടിത്തുള്ള ഇസ്രായേൽ നടത്തുന്നത് മനുഷ്യത്വരഹിതമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്, ഹീനകൃത്യമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല.